നമ്മൾ ഇഷ്ടപ്പെട്ടിട്ടല്ല ചെയ്യുന്നത്, നമ്മൾ ഫോഴ്സ് ചെയ്ത് ചെയ്യിപ്പിക്കുകയാണ്. ഹലോ, ഞങ്ങളുടെ പാലക്കാട്ടിൽ ഒരു സൂപ്പർ നാട്ടു നടപ്പുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം. ഈ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ലേഡീസിനെ അവരുടെ പ്രഗ്നൻസി ടൈമിലുള്ള 7ാം മാസത്തിൽ സ്വന്തം വീട്ടിലോട്ട് വിളിച്ചിട്ട് വരും. ഇതെല്ലാം സംഭവം. ഇതിലൊരു സംഭവം, ഇതിൻ്റെ ഉള്ളിലൊരു സംഭവം ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ ആ തിരിച്ചു വരുന്നതിന് തൊട്ട് മുമ്പുള്ള സമയത്ത് ആ നാട്ടിലുള്ള സകല ആൾക്കാരെയും കാല് പിടിപ്പിക്കും. നാട്ടിൽ മീൻസ് മൂത്തവരുടെ കുടുംബത്തിലുള്ള എല്ലാ മൂത്തവരുടെയും ഞാൻ ഇന്ന് വരെ ഈ പരിപാടിക്ക് പോയിട്ടില്ല. പക്ഷെ എൻ്റെ ക്ലോസ് റിലേറ്റീവിൻ്റെ വിളിച്ചിട്ട് വരവായിരുന്നു, 7ാം മാസത്തിൽ വിളിച്ചിട്ട് വരവായിരുന്നു. ഇന്ന് ഞാൻ പോയിട്ട് വന്നിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോഴാണ് ഈ സംഭവം ഞാൻ കണ്ടത്. അപ്പം ഞാൻ ഇത് ഇവിടത്തെ തന്നെയാണോ അതോ ബാക്കിയുള്ള കുറച്ച് പേരോടൊക്കെ ചോദിച്ചു. അപ്പോൾ ഇതെല്ലാവരും ഇങ്ങനെ തന്നെയാണ്, നമ്മുടെ അവിടെയൊക്കെ നാട്ടു നടപ്പല്ലേ എന്ന് ചോദിച്ചു. എന്താണ് ഈ കാലുപിടുത്തം കൊണ്ട് ഇവർ ഉദ്ദേശിക്കണമെന്ന് എനിക്കറിയില്ല. നമ്മുടെ അവിടെ ഈ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ചേച്ചിമാർ ആരാണെങ്കിൽ അവർ ഒരു ചെറിയൊരു പേന പോലും താഴത്ത് വേണ്ടെങ്കിൽ നമ്മൾ എടുക്കാൻ പറ്റില്ല. അവിടെ ഇരുന്നോ ഞാൻ എടുത്തുതരാമെന്ന് പറയണം. ആ ഒരു ടൈമിൽ അവിടെയുള്ള സകല ആൾക്കാരെയും കാല് പിടിപ്പിക്കും. ഇത് നമ്മൾ ഇഷ്ടപ്പെട്ടിട്ടല്ല ചെയ്യുന്നത്, നമ്മൾ ഫോഴ്സ് ചെയ്ത് ചെയ്യിപ്പിക്കുകയാണ്. ഈ മൂത്തവരുടെ കാല് പിടിക്കണം, കാല് പിടിച്ചാൽ നന്നായിട്ട് പ്രസവിക്കാൻ വേണ്ടി പറ്റുള്ളൂ, അവരുടെ അനുഗ്രഹം വേണം. ഈ അനുഗ്രഹം എന്ന് പറയുന്നത് ഒരാളുടെ കാല് പിടിച്ചാൽ മാത്രമാണ് കിട്ടുക, അല്ലല്ലോ. നമ്മളൊരു നല്ല മനസ്സോട് കൂടിയിട്ട് നീ സന്തോഷത്തിൽ പോയിട്ട് വാ എന്ന് പറയുന്നതല്ലേ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത്. അല്ലാണ്ട് അവരുടെ ഈ കാല് പിടിച്ചാൽ മാത്രം കിട്ടുന്നതാണ്, എന്നാൽ മാത്രം പ്രസവിക്കാൻ വേണ്ടി പറ്റുള്ളൂ. ഇത് എവിടത്തെ ഇതാണ്? ഇതിപ്പോൾ ഞങ്ങളുടെ പാലക്കാട് ഹിന്ദുവിൽ ഓൾമോസ്റ്റ് തന്നെയാണ് സെറ്റപ്പ്. ഇപ്പം ഞാൻ ചേച്ചിമാരോട് ചോദിച്ചു, നിങ്ങൾക്കൊക്കെ അത് വേറെ പ്രസവിച്ച് ചേച്ചിമാരുണ്ടാവില്ല, അതൊക്കെ ഈ ചടങ്ങന്നല്ലേ നടന്നിട്ടുണ്ടാവും. ഞാൻ ചോദിച്ചു, ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ വയറ് വെച്ചിട്ട് നമുക്കിങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയും. അത് നമ്മൾ നമുക്ക് ഇഷ്ടമല്ലെങ്കിൽ പോലും ഈ അവിടെയുള്ള മുതിർന്ന ആൾക്കാർ അവർക്കല്ലേ കുറച്ചെങ്കിലും ബോധം വേണ്ടത്, അതുമില്ല. അതേപോലെ ഞാൻ മുസ്ലിം ചേച്ചിമാരോട് ചോദിച്ചു, അവരുടെ ഇടയിൽ ഇങ്ങനത്തെ ഒരു സംഭവം ഇല്ല എന്നാണ് പറഞ്ഞത്. എല്ലാവരുടെ അടുത്തും പോയി പറഞ്ഞിട്ട് ഞാനിങ്ങനെ പോകണമെന്ന് പറയുന്നുള്ളത് ഓക്കെയാണ്, പക്ഷേ ഈ കാല് പിടിപ്പിക്കുന്നുള്ളത് അവരുടെ ഇടയിൽ ഇല്ല എന്നാണ് അവർ എൻ്റെ അടുത്ത് പറഞ്ഞത്. അപ്പോൾ ഈ പറയുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് എനിക്കറിയില്ല. ഞാൻ പറഞ്ഞതൊക്കെ തെറ്റാണെന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്നും കൂടെ എൻ്റെ അടുത്ത് പറയണം. നീ പറയുന്നതൊക്കെ തെറ്റാണ്, ഇങ്ങനെയൊന്നുമല്ല, ഇതൊക്കെ ഞങ്ങളുടെ നാട്ടു നടപ്പാണ്, ഞങ്ങളുടെ കുത്തകയാണ്, ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് പറയുന്നത് എന്തുകൊണ്ട്? അതിൻ്റെ ലോജിക്ക് എന്താണെന്ന് പറഞ്ഞാൽ നല്ലതാണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാൻ ഞങ്ങളെല്ലാവരും തയ്യാറാണ്. പക്ഷേ എന്താണ് സംഭവം? എന്താണ് ഇതിൻ്റെ ലോജിക്ക്? എന്താണ്? ഈ കാല് പിടിക്കാണ്ട് എത്രയോ പേര് നല്ല സൂപ്പറായി പ്രസവിച്ചിട്ടുണ്ട്. എന്തിനാണ് ഇങ്ങനത്തെ ചടങ്ങ്? അവർക്ക് നല്ല രീതിക്ക് പറഞ്ഞു വിട്ടാൽ പോരെ? അത്രയൊക്കെ തന്നെ ഉള്ളൂ.